കഴുകിയതിന് ശേഷം കുറച്ചു നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയും പോരാ, കുറച്ച് കറിയിട്ട് ഇത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മള് ഉണക്കൽ മീൻ ഉണ്ടെങ്കിലും ചോറ് ശരിയാവും ഷാലാവും. അപ്പൊ കയറ്റൊക്കെ കയറി ഇങ്ങനെ വരികയാണ്. നമ്മൾ ചെമ്പാറമ്പ് പോവാൻ ഈവനിങ് ആയപ്പോ. അതാ കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്ത ഉമ്മാന്റെ ഉണക്ക ചെമ്മീന്റെ കറി എങ്ങനെ ഉണ്ടാക്കാന്ന് ഒരുപാട് ആൾക്കാർ പേഴ്സണലി ആയിട്ട് നമ്മളോട് ഈ പൂയികളൊക്കെ കളയണത്. ഈ പൂവുണ്ടാവും ചെടിയിൽ, ഇതിൽ വല്ലാതില്ല. വെള്ളത്തിൽ എന്നിട്ട് പിന്നെ അവസാനം ചുടുവെള്ളത്തിൽ പിന്നെ നമ്മൾ ഇതിലേക്ക് സാധനത്തിന് തരി ഉണ്ടാവും ചെലയിന്, മണൽത്തരി. ഇപ്പം അതൊന്നുമില്ല, ഇതിലതൊന്നുമില്ല. അങ്ങോട്ട് വെള്ളത്തിൽ പിന്നെ ഊറ്റിയെടുക്കുക. കുറച്ച് നേരം കഴുകിയതിന് ശേഷം കുറച്ചു നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി ചതക്കി, ഇഞ്ചിയൊക്കെ ചതക്കി. ഇത് നമ്മൾ മറ്റേ ചെമ്മീൻ മുളകിടുന്ന അതിരി തന്നെ, ആ മാതിരി തന്നെ. അല്ല, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട്. പിന്നെ സ്പെഷ്യൽ ഉണ്ടാക്കലാണ്. ഇതിനൊന്നും പിന്നെ അളവില്ല, ഒക്കെ നിങ്ങളെ അത് തോരമാണെങ്കിൽ തോരനുണ്ടാക്കാം. കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉള്ളി ഇവിടെ അത്യാവശ്യമൊക്കെ വേണം. അത് അത്യാവശ്യം കഴിക്കുന്ന ഒരു അല്ല, മീൻകറിയാണല്ലോ കൂട്ടും. ഏത് കറി ഉണക്കലും ഒക്കെ ഇവിടെ തികയില്ല വെച്ചാൽ ഒരു നേരം കഴിഞ്ഞാൽ പിന്നത്തെ നേരം പിന്നെ എടുക്കും ഉണ്ടെങ്കിൽ. മടുപ്പൊന്നുമില്ല വലിയ. അപ്പം എടുത്താലും മനസ്സിലായി. പിന്നെ ചിലവിടത്തൊന്നും ഉണ്ടാവില്ല. തോന അങ്ങനെ പോവാണ്. ഇങ്ങനെയും പോരാ, കുറച്ച് കറിയിട്ട് അതിനത്ര മാങ്ങാല്ലേ കല്ലയോ വെറുതെ ചെയ്താൽ തലൻ്റെ രൂപനൊക്കെ നല്ല ടേസ്റ്റുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. നമ്മള് അതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ടുണ്ട്, സവാള അരിഞ്ഞത്. കുറേയൊന്നും വേണ്ട, നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു പാക്കറ്റ് ലേശം അവിടെ ഒരു മാങ്ങാച്ചമ്മന്തി ഇട്ടാൽ മാത്രം ഒരിത്തിരി തന്നെ പറയാം. പച്ചമുളക് ഉള്ളി ആദ്യം വാട്ടും. ഏകദേശം പാടി ഇങ്ങനെ വരാൻ കാലം ഈ തക്കാളി ഒരിത്തിരി ഉപ്പ് കളയുന്നുണ്ട്. വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടാൽ മതി, കാരണം ചെമ്മീനിൽ ഉപ്പ് കുറച്ച് വെള്ളം ഉണ്ടാവില്ല. സംഭവം ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ചെമ്മീൻ വെക്കുന്ന അതേ ഒരു ഇതിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഒരു ചെമ്മീൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചപ്പോൾ എല്ലാവരും റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ വീണ്ടും നിങ്ങൾക്കായിട്ട് കാണിക്കുന്നത്. അതിൽ പിന്നെ ഇത് പാകം ചെയ്യുന്ന വീഡിയോസൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ആളുകൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഉമ്മ നല്ല നാടൻ വിഭവം ഒരുപാട് വെറൈറ്റി ഉണ്ടാക്കാറുണ്ട്. അതൊക്കെ നമുക്ക് ഓരോ വീഡിയോയിലായിട്ട് കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ കൂടെ കട്ടക്ക് സപ്പോർട്ട് ഉണ്ടാവണം. നമ്മളെ ഫാമിലി വ്ളോഗ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന ഇതുപോലത്തെ വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങൾ ഏതൊരു വീഡിയോൻ്റെ താഴെയും കമൻറ്റിൽ എഴുതണം. അതുപോലെ ലൈക്ക് ചെയ്യാനും പിന്നെ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനൊക്കെ ഒന്ന് നമ്മളെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ എന്നും ഉച്ചയ്ക്ക് 12 മണിക്ക് നമ്മൾ ഫാമിലി വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും 12 മണിയാകുമ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നല്ല രസകരമായ നമ്മളെ വീട്ടിലെ വിശേഷങ്ങളും ഷോപ്പിങ്ങും ട്രാവലിങ്ങും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള നല്ല വീഡിയോസ് ആയിരിക്കും നമ്മൾ ഇനി എന്നും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഡെയിലി നമ്മൾ വീഡിയോസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ ഉമ്മ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി. കാരണം ചിലപ്പം ചില ചെമ്മീനിൽ നല്ല ഉപ്പുണ്ടാവും, ഉണക്ക മീനിൽ പിന്നെ ചില നല്ല ഉപ്പായിരിക്കുമല്ലോ. അപ്പോൾ ഇതിൽ വല്ലാതെ ഉപ്പില്ല. പിന്നെ അതാ നമ്മൾ ഇടുന്ന ഉള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പ് അതൊക്കെ തന്നെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിതാ നല്ല ഒന്ന് ഉമ്മ അതാ ഒക്കെ ഡൈല്യൂട്ടാക്കി ഒന്ന് ഇതാക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ എന്തായാലും ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. അപ്പോൾ ഇത് കഴുകിയിട്ട് കുറച്ച് നേരം നമ്മൾ പെട്ടെന്ന് കഴുകിയെടുക്കരുത്, കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടോ, കുതിരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ അമ്മ ആ ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചോറിൻ്റെ കൂടെ ഉണ്ടാക്കാൻ പറ്റിയ കിടിലൻ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഉമ്മ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഓരോന്നിങ്ങനെ പരീക്ഷിച്ച് നോക്കലാണ്. അത് സക്സസ് ആയാലും പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാട്ടോ. ഉമ്മ ഉണ്ടാക്കിയ ഫുഡൊക്കെ നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും അറിയാം. ഒരുപാട് വെറൈറ്റി നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കും. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് മോഡൽ വിഭവങ്ങളാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുക അല്ലേ. പക്ഷേ ഉമ്മാൻ്റെ എന്ന് പറഞ്ഞാൽ നല്ല നാടൻ വിഭവം, അതും
പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുക ആ ഒരു എളുപ്പവഴിയോടെ നമുക്ക് ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് കിട്ടും കേട്ടോ. ഞാനിവിടെ വന്നതിൻ്റെ ശേഷം ഒരുപാട് നല്ല ട്രിക്കുകളൊക്കെ ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കാരണം എനിക്കെൻ്റെ വീട്ടിലായ ടൈമിൽ കുക്കറിലൊന്നും ഉപ്പേരി വെക്കുന്നോ അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങളൊന്നും അറിയില്ല. ഉമ്മ ഇവിടെ ഇതാ എല്ലാം സിമ്പിളായിട്ട് കുക്കറിൽ വെക്കും. എനിക്ക് കുക്കറിൽ സത്യം പറഞ്ഞാൽ ഒരു ചെറിയൊരു സംഭവം വെക്കാൻ എൻ്റെ പേടിയായിരുന്നു. കാരണം അത് പൊട്ടിത്തെറിക്കുക എന്നുള്ളൊക്കെ ഒരു പേടി. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എല്ലാത്തിനും ധൈര്യമായി. കാരണം ഉമ്മാൻ്റെ ഫുൾ സപ്പോർട്ട് നമുക്ക് ഉണ്ട് കേട്ടോ. പിന്നെ സാധാ മീൻകറി വെക്കുമ്പോൾ നമ്മൾ ഇതിൽ പുളി ഇടാറുണ്ടല്ലേ, പക്ഷെ ഇതിൽ നിങ്ങൾ പുളി ഇടാൻ പാടില്ല കേട്ടോ. അപ്പോൾ പുളിയൊന്നും ഇല്ലാതെ ഇത്രയും സിമ്പിളായിട്ട് നമ്മൾ കാണിച്ചത് അതേ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്ത് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഉമ്മാൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം നമുക്ക്. നമ്മൾ ഉണക്കൽ മീൻ ഉണ്ടെങ്കിലും ചോറ് ശരിയാവും ഷാലാവും. അല്ല ഉണക്കൽ അല്ല പച്ചമീൻ തന്നെ വേണമെന്നൊന്നും ഇല്ലല്ലോ അമ്മ. പച്ചമീൻ കിട്ടാത്ത അവസരത്തിലില്ല ഏർപ്പാടാണ്. തട്ടിക്കൂട്ടൽ പരിപാടിയാണ്. മീൻ വേണം നമുക്ക്. ഇടണ്ട. അപ്പം നമ്മൾ തോട്ടത്ത് പണിക്കാർക്ക് ഫുഡ് കൊണ്ടുപോവുകയാണ് ഞാനും ഉമ്മയും. ഇതിൽ കഞ്ഞിയും അതുപോലെ കൂട്ടാനും പിന്നെ ചായയൊക്കെ വെച്ചിട്ടുണ്ട് ഉമ്മ. അപ്പം ഇത് കൊണ്ട് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. കേട്ടാ സാരി സെറ്റ് സാരി തോട്ടത്ത് പോവാ പണിക്കാരുണ്ട്. എന്തൊക്കെയാ കഞ്ഞിയും കൂട്ടാനോ? നീ വറുത്തോണ്ടോ? ഉച്ച വിയലിട്ടോ. അപ്പം നമ്മളെ തോട്ടത്തേക്ക് ഇങ്ങനെ പോവാണ്. ഒരാളാണ് കേട്ടുള്ള. എന്തമ്മ തെങ്ങിന് തടം തുറക്കുക? തെങ്ങിന് തടം തുറക്കുക കേട്ടോ. സാധാരണ ഉപ്പയാണ് കൊണ്ടുപോകല്. ഉപ്പാനെ രണ്ടാമത് ഇനി നടത്തിക്കണ്ട വിചാരിച്ചിട്ട് നമ്മൾ പോകുന്ന കേട്ടോ. അങ്ങനെ ഉപ്പ വന്നിട്ടുള്ളൂ തോട്ടത്തുനിന്ന് പണിക്കാരടുത്തുനിന്ന്. അപ്പോൾ ഇതാണ് നമ്മളെ തോട്ടം വരുന്നത്. അതവിടെ അവിടത്തെ ആ പണിക്കാരൻ അവിടുത്തെ ഒരു ചോപ്പ്. അപ്പം ഇതാണ് പഞ്ചായത്ത് കുളം. കഴിഞ്ഞ ദിവസം നമ്മൾ വന്നപ്പം വെള്ളമൊക്കെ വളരെ മോശമാണ്. ഇപ്പം നല്ല നീറ്റാക്കിയിട്ടുണ്ട് കുറേയൊക്കെ. അപ്പം ഉമ്മ ഫുഡ് അവിടെ കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. പണിക്കാരെന്താ തോട്ടത്തിലുണ്ട്. അപ്പോൾ ഉച്ചവരെയുള്ള പണിയുള്ളൂ കേട്ടോ. കഴിഞ്ഞാലും അവർ പോവും. ഇപ്പം അത് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ആദ്യം ഇതിൽ തെർമോക്കോളിൻ്റെ അതൊക്കെ വൃത്തികേടാക്കിനെ ആരൊക്കെയോ. ഇപ്പം നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ നീറ്റുണ്ട്. പിന്നെ അവിടെ പഞ്ചായത്ത് കിണറും ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഇക്കയും ഉപ്പേടി വന്നിട്ട് ഇവിടെയൊക്കെ ശരിയാക്കിയത് കൊത്തിയാണ്ട്. അവർക്ക് ഒഴിവുള്ള ദിവസം തന്നെ പരിപാടി. ക്ഷീണിച്ചില്ലേ? കയറ്റം കയറി. അപ്പോൾ കയറ്റൊക്കെ കയറി ഇങ്ങനെ വരികയാണ്. നമ്മൾ ചെമ്പാറമ്പ് പോവാൻ കേട്ടോ. ഈവനിങ് ആയപ്പോൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ അമ്മ പോവാണ്. ക്ഷീണം ഇന്ന് കയറിയപ്പോൾ ഭയങ്കര കതപ്പ് വരിക. അതാ ഹൈസങ്കാക്കതാ കൂടെ വടിയൊക്കെ എടുത്തല്ലോ. അവന് നായിനെ എറിയാനാന്ന് പറഞ്ഞ് വടിയെടുത്തതാട്ടോ ഇറങ്ങീനെ. അപ്പോൾ ഇത് കുറച്ചുകൂടി നടക്കാണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഇവിടെ നിന്നുള്ളത്. വാ. അപ്പോൾ ഇന്ന് ഹസു മമ്മാൻ്റെ കൂടെ പോയിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഹസുവിനൊക്കെ മാറിപ്പോൾ. അപ്പോൾ ഞങ്ങൾ ഈവനിങ് ആയപ്പോൾ ഹസുവിനും കൊണ്ടിങ്ങനെ കറങ്ങാനായിട്ട് കയറിയത്. ഹസു എങ്ങോട്ടാ പോണേ? മിഠായി വാങ്ങിക്കാൻ പോവായിക്കാരോ ഉമ്മമാൻ്റെ അവിടെ. അതിനല്ലാതെ എന്തിനാ ഈ പോവാ? കയ്യിൽ കുറേ മിഠായിയൊക്കെ വാങ്ങി ഇവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് ഉമ്മയും പേരക്കുട്ടി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഓൻ്റെ കയ്യിൽ കുറേ മിഠായിയൊക്കെ ഉണ്ട്. ഓറഞ്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രൂട്ട്സായിട്ട് ഓറഞ്ച് കഴിക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ. എന്താ എൻ്റെ കയ്യിലുള്ള ലേസാ? വാ വാ ഇവിടെ പോരി.
എന്താണ് പാട്ടൊക്കെ? ഈ ആ പാട്ടടിയാ തല്ലുമാലയത്തെ. സൂര്യോ ഇത് കാണുന്നു. അപ്പം നമ്മൾ ലേസ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതെന്താ കടല ബിസ്ക്കറ്റ് 2 വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉമ്മമ്മക്ക് വേണ്ടിയിട്ട് ഉമ്മമ്മ തേൻ മിഠായി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഒരു എത്ര ഓറഞ്ച് വാങ്ങി അമ്മ? അങ്ങനെ 4 വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ തന്നെയാണ്. ഞങ്ങളിങ്ങനെ ഈവനിങ് ഇവിടെ ഇങ്ങനെ ചെമ്പാറമ്പിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കാൻ നല്ല രസമല്ലേ അമ്മ? അങ്ങനെ ഈവനിങ് ഒക്കെ ഒരു സ്വസ്ഥത ഉണ്ടാവും. കുറേ ഇന്ന് ആരും കാറ് പഠിക്കണോലില്ലല്ലേ? അല്ലെങ്കിൽ ഇവിടെ ഫുള്ള് കാറ് ബൈക്കൊക്കെ പഠിക്കുന്ന ആൾക്കാരായിരിക്കും. എനിക്കൊന്നിനും ആ ഭാഗത്ത് ഒരു പെൺകുട്ടി ഞാൻ കണ്ട് വണ്ടി അടിക്കുന്നു. പിന്നെ ഇന്ന് കുറേ കുട്ടികൾ ഇവിടെ ഇങ്ങനെ കളിക്കും. ഞായറാഴ്ച വെള്ളിയാഴ്ച ഇവിടെ ചെറിയ കുട്ടികളിങ്ങനെ കളിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ കേട്ടോ ഇന്ന്. ഉമ്മ നിങ്ങളെന്താ കഴിക്കുന്നത്? കോലുമിഠായിയോ? ഉമ്മ കോലുമിഠായി കഴിക്കുന്ന സ്ഥലം. അസുവാ ഹായ് എന്ന് പറയ്. ഓന് മിഠായി നിന്ന് തിരക്കിലാണ് കേട്ടോ. ടേസ്റ്റ് നോക്കിക്ക. ഓൻ മിഠായി നിന്ന് തിരക്കില. ഉമ്മാക്കൊന്നുമില്ല അമ്മ. ഓറഞ്ച് കഴിച്ചോളൂ. ആരോഗ്യം ഇതാവട്ടെ. സൗന്ദര്യം കൂടട്ടെ ഉമ്മാന്റെ. സുന്ദരിയാട്ടെ അല്ലേ? പറ്റൂല്ലേ? സുന്ദരി. അപ്പോൾ ഏകദേശം ബാങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ ബാക്കിൽ ഇങ്ങനെ വരുന്നുണ്ട്. അവിടെ ആരോട് സംസാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. കാരണം ബാങ്ക് കൊടുത്ത് ഇനി വീട്ടിലെത്തണം. അപ്പോൾ ഈ കല്ല് വെട്ടുന്ന ഇവിടെയൊക്കെ ഒരുപാട് നായ്ക്കളുണ്ട് കേട്ടോ. കണ്ടില്ല അവിടെ ഒരാൾ കിടക്കുന്നതാ. പിന്നെ ആ ഭാഗത്ത് ഇതാ കുറേ കുഞ്ഞു മക്കളൊക്കെ അടിക്കുക. കുഞ്ഞു കുട്ടികളെ ആ തലക്കലുണ്ട്. ഒക്കെ എടുത്ത് എങ്ങിട്ടാ ഓനെ വടിയൊക്കെ എടുത്ത് എന്തിനാ അറിയോ? ബൗബൗ വന്നാൽ അടിച്ച് ഞാൻ പായിപ്പിക്കും, ഞാൻ വലിയ ആളാന്ന് പറഞ്ഞ് പോയപ്പോൾ ഇവിടെ എടുത്തു വെച്ചതാട്ടോ അവന് വടി ഒരു ഭാഗത്ത്. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല ഓർമ്മ ഉണ്ടാക്കാക്കക്ക് എവിടെ ഞാൻ എടുത്ത് വെച്ച് വടി വെച്ചാണ്ട് അത് ആ സ്ഥലത്ത് പോയിട്ട് എടുത്തിട്ടുണ്ട്. അവിടെ ആ ഭാഗത്ത് കുറേ നായ്ക്കുട്ടികളുണ്ട് കേട്ടോ. ഉമ്മ അവിടെ ഒരു വീട്ടിൽ കയറിയിട്ടുണ്ട്. ഉമ്മ വരുന്നുള്ളൂ. ഞങ്ങളിങ്ങനെ നടക്കാറിച്ച് മുന്നോട്ട് പോവാണ്. വാ. അപ്പോൾ ഇതാ നമ്മൾ നൈറ്റ് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെ എന്നും സാലഡൊക്കെ ഉണ്ടാവും. ഒന്നില്ലേ വെജിറ്റബിൾ അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ആയിരിക്കും. അപ്പം ഞാനാണിത് അധികം കട്ട് ചെയ്ത് വെക്കൽ. ചില ദിവസം ഇക്ക വന്നിട്ട് കട്ട് ചെയ്യും. അപ്പോൾ ഇതാ കുറേ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ കസിൻ്റെ ഇല ഉണ്ട്, അതുപോലെ തന്നെ പൈനാപ്പിള്, പപ്പായ, അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ്. അധിക ദിവസം ഇവിടെ ചപ്പാത്തിയാണ് നൈറ്റിൽ ഉണ്ടാവില്ല. ഇന്ന് ചോറും അതുപോലെ തന്നെ നമ്മൾ ഉച്ചക്കത്തെ ചെമ്മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതിൽ കുരുമുളക് പൊടി അതുപോലെ തന്നെ ആപ്പിൾ വിനെഗർ എല്ലാം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ് ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു സംഭവം വാങ്ങിയാൽ നല്ല ടേസ്റ്റാണ്. അത് ഒഴിച്ചാൽ നമ്മൾ സാധാ വിനീഗർ ഒഴിക്കുന്നതായിട്ടിലും ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റും കൂടും കേട്ടോ. അപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും. അപ്പോൾ ഞാനിതാ ഇവിടെ നല്ല അടിപൊളി സാലഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫാമിലി വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വെറൈറ്റി ഫാമിലി വ്ലോഗായിട്ട് നെക്സ്റ്റ് കാണാം. അപ്പോൾ എൻ്റെ സൗണ്ട് നല്ല വ്യത്യാസം ഉണ്ടാവും. കാരണം എനിക്ക് തീരെ സുഖമില്ല, ജലദോഷവും ചുമയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എന്താ ഇക്ക ഉണ്ടാക്കിയിട്ടുള്ള ആ കൂവത്തലി വെള്ളമുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് നൈറ്റത്തെ ഫുഡ്. അപ്പോൾ അടുത്തൊരു വീഡിയോ തന്നെ തൽക്കാലം. ബായ്.